വൺ പ്ലസ് മൊത്തത്തിൽ തേക്കുവാണല്ലോടെ. ഒരു 2 ആഴ്ച മുമ്പ് വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് ഒരു ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ബഡ്ജറ്റ് ബയേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വൺ പ്ലസിന്റെ എൻ സീരീസ് എന്ന് പറയുന്ന പുതിയൊരു സീരീസ് വരാൻ പോകുന്നു പറഞ്ഞിട്ട് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഹാപ്പി ന്യൂസ് ആയിരുന്നു അത്. ആക്ച്വലി അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ വൺ പ്ലസ് N6നെ പറ്റി ഇട്ടിട്ടുണ്ട്. അവർ അന്നത് പറഞ്ഞിരുന്നത് 20,000 ബഡ്ജറ്റിൽ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു ഫോൺ ഇറക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പം അവരുടെ വെബ്സൈറ്റിൽ കാണുന്നത് പ്രകാരം വൺ പ്ലസ് N6 വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് 30,999. അതിന് 25% ഓഫ് വന്നിട്ട് 22,999 റുപ്പീസ് ആണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് മുമ്പ് തന്നെ 25% ഓഫ് എന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണെന്ന് അറിയത്തില്ല. വൺ പ്ലസ് N6 അവർ കൊടുത്തേക്കുന്നത് 4GB റാം 128GB സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 2026 4GB റാം വെച്ച് എങ്ങനെ ഒരു ഡിവൈസ് ഓടും എന്ന് അറിയത്തില്ല. ആൻഡ് 128GB ഓഫ് മെമ്മറി. ഈ 128GB നമ്മളിപ്പോൾ ആരെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടോ ഈ 2026 അതും പുതിയൊരു ഫോൺ വാങ്ങാൻ നേരം? ഇതിലിവർ 2 ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. 4GB 128GB സ്റ്റോറേജ്, 6GB റാം 128GB സ്റ്റോറേജ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ആണ് കൊടുക്കുന്നത്. 2,000 റുപ്പീസിന്റെ ഡിഫറൻസ് ആണ് രണ്ടിലും വരുന്നത്. ഇനി ഡിവൈസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അവർ പറയുന്നത് സെഗ്മെന്റ് ബിഗസ്റ്റ് ബാറ്ററി ആണെന്നാണ് പറഞ്ഞത്. 8,000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുക്കുന്നത്. 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്. ഇപ്പം ബാറ്ററിക്കൊന്നും അങ്ങനെ പ്രൈസി അല്ലാത്തതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ 8,000 10,000 അവർക്ക് വെച്ച് വിടാം, നോ പ്രോബ്ലം. പിന്നെ അവർ പറയുന്നത് ഡിവൈസിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. AI എൻഹാൻസ്ഡ് 50 മെഗാപിക്സൽ ക്യാമറയാണ് ഇതിന്റെ കൂടെ വരുന്നത്. പക്ഷേ കഴിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വീണ്ടും താഴോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്യാമറയുടെ സെക്ഷനിൽ വരണം. ക്യാമറയുടെ സെക്ഷനിൽ വന്നു കഴിയുമ്പം ഇൻഡസ്ട്രി ലീഡിംഗ് ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ പോലും മാക്സിമം നമുക്ക് അതിൽ എടുക്കാൻ പറ്റുന്നത് 1080 പിക്സൽ വീഡിയോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് 4K വീഡിയോസ് ഒന്നും സപ്പോർട്ടിംഗ് അല്ല. 1080 പിക്സൽ വീഡിയോ വിത്ത് 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് ആണ് ഇതിലെടുക്കാൻ പറ്റുന്നത്. ആൻഡ് 720 പിക്സൽസ്. അതൊക്കെ ഇപ്പം ഏത് കൊച്ചു ഫോണിലും പറ്റും അല്ലേ? ഈ ഒരു 2026 4GB റാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ? എയുടെ കാര്യങ്ങളുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല ഐഡിയ ഉണ്ട് അല്ലേ? മെമ്മറി ചിപ്പിന്റെ ഒക്കെ പ്രൈസ് കൂടുന്നത് കൊണ്ട് ഇവർ ഇനിയിപ്പോൾ റാമിൽ കളിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാം? ചെറിയ റാം കൊടുക്കും. എന്നിട്ട് ഒരു വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് നമ്മളിടുന്ന SSD-ന്ന് ഒരു 8GB 16GB അല്ലെങ്കിൽ 4GB അതിനകത്തൊന്ന് മാറ്റി വെച്ചിട്ട് വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് കൂടെ നമ്മളെ ഇനി കാണിക്കും. പക്ഷേ ഈ വിർച്വൽ റാം കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. റിയൽ ആയിട്ടുള്ള റാം ഉണ്ടെങ്കിൽ മാത്രമേ ഫോണിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ മെച്ചപ്പെടുള്ളൂ. അല്ലാതെ ഈ വിർച്വൽ റാം ഇനി എത്ര എന്ന് പറഞ്ഞാലും ഒരു കാര്യമില്ല. സോ N സീരീസ് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. ആകെപ്പാടെ 4GB 128 6GB 128. ഈ 2026 എന്ത് ചെയ്യാനല്ലേ 4GB റാം കൊണ്ട്?